ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മളിന്ന് കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൻ്റെ 3-ാമത്തെ ഭാഗം വായിക്കാൻ പോവുകയാണ്. നമുക്ക് നമ്മുടെ ഈ പങ്കുവയ്ക്കലിനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കാഴ്ചവെക്കാം. അമ്മയുടെ കാപ്പ് കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും പൊതിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിവിടെ വായിക്കുന്ന എല്ലാ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളുമൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് ശരിയായ രീതിയിൽ ഒരുങ്ങുവാനും പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു ഫലം നമ്മളിൽ നിന്ന് ഉണ്ടാകുവാനും ഇടവരുത്തണമേ എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 97:3 അഗ്നി നമുക്ക് ചുറ്റും കോട്ട കെട്ടി സംരക്ഷണമായി വയ്ക്കാം. സക്കറിയ 2:5 തിരുരക്തത്തിൻ്റെ കോട്ട നമുക്ക് ചുറ്റുമുണ്ടായിരിക്കട്ടെ. സകല മാലാഖമാരെയും വിശുദ്ധരെയും സ്വർഗീയ സൈന്യങ്ങളെയും നമുക്ക് ചുറ്റും കാവലായിട്ട് നിർത്താം. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു. 2 തിമോത്തി 3:1 അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ഇത് പ്രവചനങ്ങളല്ല, പ്രത്യക്ഷപ്പെടലുകളല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. 2 തെസ്സലോനിക്ക 2:11 പറയുന്നു, വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. 2 തിമോത്തി 3:2 നമ്മളിങ്ങനെ വായിക്കും, സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയും ഇല്ലാത്ത മനുഷ്യരുണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ വചനങ്ങളും അവസാന കാലത്തിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 21:11 വായിക്കുന്നു, വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. അതുപോലെ വെളിപാട് 6:8 നമുക്ക് വായിക്കാം. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഈ അവസാന കാലം അടുത്തു എന്ന് പറയുമ്പോൾ പലരും ഉള്ളിൽ ചിരിക്കുന്നുണ്ടാകും. വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത്? സാധാരണ പോലെ ലോകം പോണു. ഇതെന്താ ഇവരൊക്കെ പറയുന്നത്? പക്ഷേ ഡേറ്റും കാര്യങ്ങളും ഒന്നും അറിയില്ലെങ്കിലും യുഗാന്ത്യത്തിന് വേണ്ടി ഒരുങ്ങാൻ ഈശോ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ കമിഴ്ന്ന് കിടന്ന് ചിരിക്കുന്നവരുണ്ടാകാം. അങ്ങനെ തന്നെയാണല്ലോ നോഹയുടെ കാലത്തും പെട്ടകം പണിയാൻ പറഞ്ഞപ്പോൾ. ലോകം മുഴുവൻ നിശ്ചലമാകും എന്ന് ഒരു 3 വർഷം 4 വർഷം മുമ്പ് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നു? എല്ലാം സ്തംഭിച്ചു പോകും, ഭക്ഷണത്തിന് വരെ നമ്മൾ ഓടും എന്നൊക്കെ പറയുമ്പോൾ യുക്തിപരമായി ചിന്തിച്ച് കമിഴ്ന്ന് കിടന്ന് ചിരിച്ചവരുണ്ട്. കൊറോണ വന്നപ്പോൾ ആ ചിരിയൊക്കെ മാഞ്ഞുപോയി. തമ്പുരാൻ്റെ കരുണയാണ് കേട്ടോ കൊറോണ കഴിഞ്ഞ് വീണ്ടും ലോകം ഓടിത്തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ വായിക്കാൻ പോകുന്നു കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ആ ഷിലോങ്ങിലെ കന്യാസ്ത്രീ കുട്ടിക്ക് കൊടുത്ത സന്ദേശങ്ങൾ. 22-ാമത്തെ പേജ് മുതലാണ് 10 പേജ് നമുക്കിന്ന് വായിക്കാം. ഇതൊക്കെ വായിക്കുമ്പോഴും ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോഴും കമിഴ്ന്ന് കിടന്ന് ചിരിക്കുന്നവരുണ്ടെങ്കിൽ ചിരിക്കട്ടെ. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓർത്തിരിക്കണം, ലോകാവസാനമല്ല യുഗാവസാനം. കർത്താവ് വരും. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങാണ്. ചിലപ്പോൾ നമ്മുടെ ലോകം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കാം. അതാണ് നമ്മുടെ ലോകാവസാനം. അതിനുവേണ്ടി ആ ദിവസത്തേക്ക് ഒന്നുകിൽ പൊതുവായിട്ട് ഈശോ വരുമ്പോൾ ഈശോയുടെ മുമ്പിൽ നിൽക്കുക, അല്ലെങ്കിൽ നിൻ്റെ മരണസമയത്ത് ഈശോയുടെ മുമ്പിൽ നിൽക്കാൻ എങ്ങനെ ഒരുങ്ങണം, അതിന് നമ്മളെ ഈ പുസ്തകങ്ങളൊക്കെ സഹായിക്കും. അത്രയേ വേണ്ടൂ. 22-ാം പേജിൽ വായിക്കുകയാണ്, നക്ഷത്രങ്ങളിലെ അടയാളങ്ങൾ. നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീഴും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ
പറയുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ ഉയരങ്ങളിൽ നിന്ന് നല്ല വിവരമുള്ളവർ, വലിയ വലിയ പഠനമുള്ളവരൊക്കെ നിലംപതിക്കും, വിശ്വാസത്തിൽ നിലംപതിക്കും. വലിയ പഠനങ്ങളുള്ളവരെയാണ് ഈ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നവരായിട്ട് പറയുന്നത്. അവരുടെ വിശ്വാസം പോലും ഇല്ലാണ്ടായിട്ട് അവർ വിശ്വാസത്തിൽ നിലംപതിക്കും, വിശ്വാസമില്ലാതെ. അതുപോലെ കർത്താവ് പറയാ, ഞാൻ നിങ്ങൾക്ക് വീണ്ടും മുന്നറിയിപ്പ് തരികയാണ്. ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാൻ ഇടയില്ലാത്തതുമായ ഉഗ്രപീഡനം വരാനിരിക്കുന്നു. ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ ഒരുവൻ പോലും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ചിലർക്ക് വേണ്ടി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇത് ദൈവവചനമാണ്. വീണ്ടും പറയാണ്, ഇതാ നിങ്ങൾക്ക് ഞാൻ വീണ്ടും മുന്നറിയിപ്പ് തരുന്നു. ആ നാളുകളിൽ മനുഷ്യർ നോഹയുടെയും ലോത്തിൻ്റെയും കാലത്തെന്നതുപോലെ സാധാരണ മട്ടിൽ തങ്ങളുടെ ജീവിത വ്യാപാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുകയായിരിക്കും. അപ്പോൾ അഗ്നിയുടെ സംഹാര താണ്ഡവത്തിൻ്റെയും വിധിയുടെയും ഭീതിതവും സുനിശ്ചിതവുമായ കാത്തിരിപ്പ് ശത്രുക്കളെ വിഴുങ്ങും. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു. സങ്കീർത്തനം 97:3 നമ്മളിപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിച്ചതാണ്. അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കും. അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. ഭൂമി അത് കണ്ട് വിറകൊള്ളുന്നു. കർത്താവിൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഒരുങ്ങുന്നു. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇപ്പോൾ തന്നെ പരിഹാരം ചെയ്തു തുടങ്ങുക. ഇവിടെയാണ് പരിഹാര പ്രാർത്ഥനകളുടെ ഒരു പ്രാധാന്യം. പരിഹാരം ഇപ്പോഴേ ചെയ്യണം. റോസ മിസ്റ്റിക് മാതാവ് പറഞ്ഞതും ഫാത്തിമ മാതാവ് പറഞ്ഞതും ഒക്കെ നമുക്ക് ഓർക്കാം. പ്രാർത്ഥന, പരിഹാരം, പശ്ചാത്താപം. ഈശോ ഇങ്ങനെയാണ് കന്യാസ്ത്രീ കുട്ടിയോട് പറയുന്നത്, പരിഹാരം ചെയ്യുക, അക്രമങ്ങൾ ക്ഷമിക്കുക. അക്രമങ്ങളൊക്കെ കാണുമ്പോൾ, നമ്മളോട് അക്രമങ്ങൾ ചെയ്യുമ്പോൾ ക്ഷമിക്കണം. അതാണ് അന്ത്യകാലത്തേക്കുള്ള ഒരുക്കം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മുടെ അന്ത്യകാലമാണെങ്കിലും ലോകത്തിൻ്റെ അന്ത്യകാലമാണെങ്കിലും ഇങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. അക്രമങ്ങൾ ക്ഷമിക്കുക, അന്യായമായി സമ്പാദിച്ചവ തിരികെ കൊടുക്കുക, പുണ്യത്തിൽ ജീവിക്കുക, മതത്തെയും വിശ്വാസത്തെയും എൻ്റെ സഭയെ തന്നെ ഏറ്റുപറയുക. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാനാണ് ഈശോ അവരോട് പറഞ്ഞത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളും നിങ്ങൾക്കുള്ളതെല്ലാം തന്നെയും അഗ്നിയാൽ നശിപ്പിക്കാൻ പോവുകയാണ് എന്നുറപ്പ് വന്നാൽ നിങ്ങൾ നിങ്ങളുടെ മർക്കടമുഷ്ടിയൊക്കെ ഉപേക്ഷിച്ച് ആ നിമിഷം അനുദപിക്കില്ലേ? അതുകൊണ്ട് ഒരുങ്ങുക. എതിർ ക്രിസ്തുവിൻ്റെ കാലം തൊട്ടരികിൽ എത്തിയിരിക്കുന്നു. ദൈവം ഓരോരുത്തരുടെയും മറ്റുള്ളവരുടെയും രക്ഷയുടെ ഉത്തരവാദിത്തം കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്, ദൈവം ഓരോരുത്തരെ മറ്റുള്ളവരുടെ രക്ഷയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് മറ്റുള്ളവരുടെ രക്ഷ കൂടി ചുമതലയുണ്ട്. അതാണ് ഈശോ പറയുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ദൗത്യം എന്താണെന്നോ? സ്നേഹത്തിൻ്റെ ശുശ്രൂഷ. സ്നേഹമാണ് കർത്താവ് പറയുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ കാണുക, പ്രകൃതി മുഴുവനായും വലിയ സംക്ഷോഭത്തിലേക്ക് പോകുന്ന സമയം വരുന്നു. ലോകത്തിന് അതിൻ്റെ സ്വാഭാവിക സൗന്ദര്യം നഷ്ടപ്പെടും. അത് അങ്ങേയറ്റം ഭയാനകമായ ദുരന്തത്താൽ നിറയപ്പെടാൻ പോകുന്നു. മനുഷ്യർ മനസ്സ് തിരിഞ്ഞ് തങ്ങളുടെ ജീവിതം നവീകരിച്ചില്ലെങ്കിൽ എൻ്റെ പിതാവ് മാനവരാശിയുടെ മേൽ ഭയാനകമായ ഒരു ശിക്ഷ അഴിച്ചുവിടും. നമ്മളിത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വെറുതെ ശിക്ഷിക്കുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. മനുഷ്യർ മനസ്സ് തിരിഞ്ഞ് തങ്ങളുടെ ജീവിതം നവീകരിച്ചില്ല എങ്കിൽ, മനുഷ്യർ മനസ്സ് തിരിഞ്ഞ് നവീകരിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ ഈ ശിക്ഷ വരുള്ളൂ. എല്ലാ മനുഷ്യരും മാനസാന്തരത്തിൽ വന്ന് നവീകരണം തുടങ്ങിയാൽ ഈ ശിക്ഷ വരില്ല. ലോകം മുഴുവൻ പരിഹാരം ചെയ്യണം, അനുദപിക്കണം. ഇനി ആ ശിക്ഷയെ അതിജീവിക്കുന്നവരോ, ഈ ശിക്ഷ വന്നാൽ ഈ ശിക്ഷയെ അതിജീവിച്ച് ജീവിക്കുന്നവർ മരിച്ചവരെ ഓർത്ത് അസൂയപ്പെടും. കാരണം
അവിടെ പിന്നെ അവശേഷിക്കുന്നവർക്ക് നിരാശയും അസന്തുഷ്ടരും ഒറ്റപ്പെട്ടവരുമായിരിക്കുമെന്ന് പറയുന്നു. നിങ്ങൾക്ക് അവശേഷിക്കുന്ന ആയുധങ്ങൾ ദിവ്യകാരുണ്യവും ജപമാലയും മാത്രമാണ്. എല്ലാ രാജ്യങ്ങളും യുദ്ധം കൊണ്ട് കലാപം കൊണ്ട് വിറകൊള്ളും. സാത്താന് അനുവദിച്ചു കൊടുത്തിട്ടുള്ള 3 ദിവസത്തെ അന്ധകാരത്തിൻ്റെ കാലയളവിൽ അനേകർ മരണമടയും. മനുഷ്യരാശിയുടെ 1/4 മാത്രം അവശേഷിക്കും. ഈ ത്രിദിന അന്ധകാരത്തിൻ്റെ ദിവസങ്ങളിലായിരിക്കും അനുതാപം ലേശം പോലും ഇല്ലാതെ സഭയെ പീഡിപ്പിച്ചിരുന്നവരുടെ മരണം സംഭവിക്കുക. സഭയെ പീഡിപ്പിക്കുന്നവരുടെ മരണം ഈ 3 ദിവസത്തെ അന്ധകാര ദിവസങ്ങളിൽ നടക്കുമെന്നാണ് പറയുന്നത്. ഈ 3 ദിവസത്തെ ഭയത്തെയും അന്ധകാരത്തെയും അതിജീവിക്കുന്നവർ തങ്ങൾ ലോകത്തിൽ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കും. കാരണം ലോകം മുഴുവൻ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശവശരീരങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കും. ഈ അന്ധകാരത്തിൻ്റെ 3 നാളുകളിൽ ലോക ജനസംഖ്യയുടെ 4/3 അപ്രത്യക്ഷമാകും. നമ്മുടെ സ്വന്തം കരങ്ങൾ മുഖത്തിന് മുൻപിൽ നമുക്ക് കാണാൻ കഴിയാത്തവണ്ണം അത്രയ്ക്കും കട്ട പിടിച്ച ഇരുട്ടായിരിക്കും ആ ദിവസങ്ങളിൽ സംഭവിക്കുക. പ്രിയ കൂട്ടുകാരെ, പ്രഭാതത്തിന് തൊട്ട് മുൻപ് അന്ധകാരം ഏറ്റവും അധികം ശക്തമായി കാണപ്പെടുന്നത് പോലെ, എന്നാൽ ഇത് കഴിഞ്ഞാൽ പ്രഭാതം ഉദിക്കുക തന്നെ ചെയ്യും. ആ പ്രഭാതം ആരും മറ്റുള്ളവർക്കെതിരെ ആയുധങ്ങൾ ഉയർത്താത്ത ഒരു പുതിയ പ്രഭാതമായിരിക്കും. പണം, ഔഷധം ഇവയ്ക്കൊക്കെ വേണ്ടി യുദ്ധമുണ്ടാകും. ഇത് ഒരുങ്ങാനുള്ള സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ചു കൊണ്ടാണ് ഒരുങ്ങേണ്ടത്. ശ്രദ്ധിക്കണേ, ഭൗതികമായ കാര്യങ്ങൾ ചെയ്തിട്ടല്ല ഒരുങ്ങേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഒരുങ്ങണം. കൊടുങ്കാറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് നിങ്ങൾ കാണും. ഒരു പരീക്ഷണം കാണുമ്പോഴേക്കും മറ്റുള്ള ദുരിതങ്ങൾ വന്നു കഴിഞ്ഞിരിക്കും. പണം, വെള്ളം, ജോലി ഇവയിലെല്ലാം ദൗർലഭ്യം അനുഭവപ്പെടാൻ പോകുകയാണ്. ജോലിയില്ലാണ്ടാകും, വെള്ളം കിട്ടാതാകും, പണമില്ലാതാകും. മനുഷ്യവംശത്തിൻ്റെ അതിജീവനത്തിനായി ഈ ലോകം അതിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് വിശുദ്ധീകരിക്കണം. ആ പ്രക്രിയയിൽ നിങ്ങൾ വളരെയധികം എളിമപ്പെടേണ്ട വരും. അതാണ് അടുത്ത ഒരുക്കം. വളരെയധികം ഓരോ മനുഷ്യരും എളിമയുടെ തലത്തിലേക്ക് വരണം. അഹങ്കാരം കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ബോധ്യവുമില്ലാതെ ഇന്ന് മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ വളരെയധികം എളിമയുള്ളവരായിരിക്കണം. ജീവിതാവശ്യങ്ങൾ തികച്ചും ലളിതമാകും. വലിയ ക്ഷാമവും യുദ്ധവും നിങ്ങൾ കാണും. അത് രാഷ്ട്രങ്ങൾ തകർന്നു വീഴാൻ കാരണമാകും. എൻ്റെ ജനമേ, ഈ ലോകത്തിന് യുദ്ധത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും ഒരിക്കലും വിശ്രമം ലഭിക്കില്ല. എബോർഷനിലൂടെ കൊല്ലപ്പെട്ട എൻ്റെ കുഞ്ഞുമക്കളുടെ എണ്ണത്തിനനുസരിച്ച് എൻ്റെ ജനം വലിയ നാശം ഉടനെ നേരിടാനിരിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, ഇത് ഇന്നിലെയും തന്നിട്ടുള്ള മുന്നറിയിപ്പല്ല. മൗറീനിയസ് വീനിക്കയിൽ എന്ന് പറയുന്ന സഹോദരിയിലൂടെ ലോകത്തിന് കർത്താവ് ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ടല്ലോ. അജാത ശിശുക്കളുടെ ജപമാല, അമ്മയുടെ കണ്ണുനീരിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭ്രൂണം. ഇന്ന് ലോകത്ത് എത്ര എബോർഷനുകളാണ് ഓരോ ദിവസവും കരുതിക്കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുമക്കളുടെ രക്തം ഓരോ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഭൂമിയിലേക്ക് ഒഴുകുന്നത്. അതുമൂലം ഭൂമി മുഴുവൻ സാത്താനെ കൊണ്ട് നിറഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു എബോർഷൻ നടക്കുമ്പോൾ 10 ചെകുത്താന്മാർ വരും. കാരണം പിതാവിനെതിരെയുള്ള പാപമാണത്. ജീവൻ തന്ന പിതാവിനെതിരെ എബോർഷൻ ചെയ്യുക, ജീവനെ നശിപ്പിക്കുക. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ 10 പൈശാചിക ശക്തികൾ ഉണർന്നു നിൽക്കും. എത്ര ലക്ഷം എബോർഷനാണെന്നോ ഒരു ലോകത്ത് ഇപ്പോൾ ഒരു ദിവസം നടക്കുന്നത്. അപ്പോൾ എന്തുമാത്രം പൈശാചിക രൂപികൾ ഈ ലോകത്ത് വന്നുകൂടി. അവർ മനുഷ്യനെ ചങ്ങലക്കിട്ട് അവരുടെ അടിമത്തത്തിലാക്കിക്കൊണ്ടിരിക്കുക. ഈശോ പറയുന്നു, എബോർഷനിലൂടെ കൊല്ലപ്പെട്ട എൻ്റെ കുഞ്ഞുമക്കളുടെ എണ്ണത്തിനനുസരിച്ചാണ് എൻ്റെ ജനം വളരെ വലിയ നാശം ഉടനെ നേരിടാനിരിക്കുന്നത്. ആരൊക്കെ അറിഞ്ഞോ അറിയാതെയോ എബോർഷൻ ചെയ്തിട്ടുണ്ടോ, സകലരും മാപ്പ് ചോദിച്ച് അനുദപിച്ച് പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്ത് പരിഹാരം അനുഷ്ഠിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം.
യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, അത് തുടരുകയും ചെയ്യും. ആ യുദ്ധം ഭക്ഷണക്ഷാമത്തിന് കാരണമാകും. നിങ്ങൾ ഭോഷരായ ആട്ടിൻകൂട്ടമാണ്. നിങ്ങളെ നയിക്കുന്നവൻ തൻ്റെ വഞ്ചനയിലൂടെയാണ് അത് ചെയ്യുന്നത്. അവൻ ചതിയുടെ രാജകുമാരൻ തന്നെയാണല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ അനേകം സംഭവങ്ങൾ ചുരുളഴിയുന്നത് നിങ്ങൾ കാണും. ഭൂകമ്പങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കും. രോഗങ്ങളും ക്ഷാമവും ഉണ്ടാകും. നിങ്ങൾ നന്നായി ഒരുങ്ങണം. മനുഷ്യരിൽ അനേകർ എൻ്റെ മുമ്പിൽ നിൽക്കാനായി വിളിക്കപ്പെടും. കുറേ പേര് അതിനു മുമ്പ് തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെടും. ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അവസാനത്തെ ഭീതിതമായ കാര്യങ്ങളൊന്നും കാണാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എപ്പോഴും പറയും. മനുഷ്യരിൽ അനേകർ എൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് വിളിക്കപ്പെടും. എന്തെന്നാൽ എൻ്റെ ജനത്തിൽ നിന്ന് ഒരുപാട് പേർ വരേണ്ടിയിരിക്കുന്നു. എൻ്റെ ജനമേ, ഈ ലോകത്തിലെ പാപം അത്രമേൽ ഗൗരവതരമാണ്. അതുകൊണ്ടാണ് ഭൂമി നിങ്ങളുടെ പാപത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്ന അടയാളങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, കൊടുങ്കാറ്റുകൾക്ക് പിറകെ കൊടുങ്കാറ്റുകൾ, ഭൂകമ്പങ്ങൾക്ക് പിറകെ ഭൂകമ്പങ്ങൾ, രോഗങ്ങൾ, ക്ഷാമം എല്ലാം സംഭവിക്കും. നിങ്ങൾ ഉടൻ തന്നെ എതിർ ക്രിസ്തുവിൻ്റെ ഉദയം കാണാൻ പോകുന്നു. അത് മഹാമാരികളുടെയും ക്ഷാമത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും നാശനഷ്ടങ്ങളുടെയും നടുവിലായിരിക്കും സംഭവിക്കുക. എതിർ ക്രിസ്തുവിൻ്റെ ഉദയം. നിങ്ങൾക്ക് ഇപ്പോൾ നൽകപ്പെടുന്ന ഓരോ ദിവസവും ഒരുങ്ങാനുള്ള ദിവസങ്ങളാണ്. ഇങ്ങനെ ഇതൊക്കെ വായിക്കുമ്പോൾ ഈ ചേച്ചി ഇതെന്ത് ഈ പേടിപ്പെടുത്തുന്നതെന്ന് ഒരാളും ചോദിക്കരുത്. ഞാൻ പേടിപ്പെടുത്തുന്നതല്ല, ബൈബിളിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് പേടി തോന്നുന്നത്. ഇതൊക്കെ ബൈബിളിലുണ്ട്, വചനങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ ഈ ഉദയം വരിക ക്ഷാമവും ഭൂകമ്പവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാലത്താണ്. അതുകൊണ്ട് ഈശോ പറയുന്നു, നിങ്ങൾക്ക് ഇപ്പം നൽകപ്പെടുന്ന ഓരോ ദിവസവും ഒരുങ്ങാനുള്ള ദിവസമാണ്. ഒരു ദിവസം പോലും കളയാനില്ല, നമുക്ക് ഒരുങ്ങണം. അത് എളിമപ്പെട്ട് സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്തിട്ടാണ്. നിങ്ങളുടെ പാപത്തിൻ്റെ ഗൗരവം അനുസരിച്ചാണ് ഭൂമി പ്രതികരിക്കുന്നത്. എൻ്റെ വാക്കുകൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത് നിങ്ങളുടെ പാപങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ തന്നെ സഹനങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാനാണ്. നമ്മുടെ പാപങ്ങളാണ് നമുക്ക് ഈ സഹനങ്ങൾ തരുന്നത്. ആ സഹനങ്ങളെ എളിമയോടുകൂടെ സ്വീകരിച്ച് പരിഹാരമായി കാഴ്ചവെക്കുക. മുന്നറിയിപ്പിൻ്റെ ദിനങ്ങൾക്ക് മുൻപായിട്ട് ദൈവകരുണയുടെ ദുരിതകാലം വരും. മനുഷ്യകുലത്തോടുള്ള എൻ്റെ കരുണ എൻ്റെ എല്ലാ മക്കളിലേക്ക് അയക്കപ്പെടുന്നു. തീരെ ചെറിയ കുഞ്ഞുങ്ങളും രോഗികളും ഒഴികെ മറ്റെല്ലാവർക്കും എൻ്റെ കരുണയുടെ സ്പർശനം ഞാൻ അനുവദിക്കും. മുന്നറിയിപ്പിന് മുൻപായിട്ട് ലോകത്തിനു മേൽ എൻ്റെ കരുണയുടെ പ്രവൃത്തി പതിക്കാൻ ഞാൻ അനുവദിക്കും. മുന്നറിയിപ്പിന് മുമ്പായിട്ട് കരുണയുടെ ഒരു പ്രവൃത്തി വരും. ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കേണ്ടിയിരിക്കുന്നു. എന്നെയോ പിശാചിനെയോ ആരെയാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ എൻ്റെ മക്കൾക്ക് ഞാൻ സ്വാതന്ത്ര്യം നൽകും. കരുണയുടെ പ്രവൃത്തി സകല മനുഷ്യരുടെ മേലും പതിക്കും. ഇതെല്ലാ ദർശനങ്ങളിലും പറയുന്നുണ്ട്. എല്ലാ മനുഷ്യരുടെ മേലും പതിക്കുന്ന ഒരു പ്രവൃത്തി. ആരും ഒഴിവാക്കപ്പെടുകയില്ല. ശാസ്ത്രജ്ഞന്മാർക്കും ഡോക്ടർമാർക്കും എന്നല്ല, മറ്റാർക്കും തന്നെ ഈ കരുണയുടെ പീഡയ്ക്ക് പ്രതിവിധി കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അത് ഒരു രോഗമായിരിക്കാം. എന്തായിരിക്കും ആ പീഡനം എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വിശദീകരിച്ച് നൽകുന്നില്ല. നമ്മൾ ഊഹിക്കുകയാണ്, എല്ലാവർക്കും അത് അനുഭവിക്കും. അത് അതിസ്വാഭാവിക പ്രതിഭാസമായിരിക്കും. അതിന് ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ ആർക്കും പറ്റില്ല. അനേകർ അപ്പോൾ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കും. കരുണയുടെ പീഡയ്ക്ക് ഒരു പ്രതിവിധിയും ഉണ്ടാകില്ല. അതിനെ എടുത്തു മാറ്റാനും കഴിയില്ല. സമയം വൈകുന്നതിന് മുൻപേ മാനസാന്തരപ്പെടാനുള്ള ഒരവസരം കൂടെ മനുഷ്യകുലത്തിന് നൽകാൻ വേണ്ടി നിങ്ങളുടെ യേശുവായ ഞാൻ തന്നെയാണ് എൻ്റെ പിതാവിൻ്റെ അനുവാദത്തോടെ കരുണയുടെ ഈ പ്രവൃത്തി അയക്കുന്നത്. അത് മുന്നറിയിപ്പിന് മുൻപ് ആരംഭിക്കുകയും മുന്നറിയിപ്പിന് ശേഷം ത്വരിതപ്പെടുകയും ചെയ്യും. കരുണയുടെ പീഡ സംഭവിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഓരോ മനുഷ്യരും ഒരിക്കലും ഭേദമാക്കാൻ വയ്യാത്ത ഒരു രോഗത്തിൻ്റെ രൂപത്തിൽ അവരുടെ പാപങ്ങൾ അനുഭവിക്കും. എൻ്റെ ഭൂമിയിൽ അങ്ങേയറ്റം ഹീനവും ക്രൂരവുമായ പാപങ്ങൾ ചെയ്യുന്നവർ അങ്ങേയറ്റം അനുഭവിക്കും. അവർ മറ്റാരുമല്ല,
എൻ്റെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെ, എബോർഷനെ പ്രോത്സാഹിപ്പിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ ജീവനും ഭാവിയും നശിപ്പിക്കുന്നവർ, മറ്റുള്ളവർക്ക് മേൽ അധികാരം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെയുള്ള തിന്മകൾ ചെയ്യുന്നവരാണ് കൂടുതൽ അനുഭവിക്കുക ഹീനവും ക്രൂരവുമായ പാപങ്ങൾ ചെയ്യുന്നവർ. എൻ്റെ കരുണയുടെ പ്രവൃത്തി ഒരു ചെറിയ തടിപ്പോ കുരുവോ പോലെ ആയിരിക്കും ആരംഭിക്കുക. അത് പിന്നീട് വ്രണമായി മാറും. അനേകർക്ക് തങ്ങളുടെ ത്വക്ക് ചീഞ്ഞളിയുന്നതായി അനുഭവപ്പെടും. അനേകരുടെ ശരീരങ്ങൾ ജീർണിച്ച് ശവശരീരങ്ങളോട് പോലെ ദുർഗന്ധം വമിക്കും. ആ ദുർഗന്ധം അത്രമേൽ അസഹനീയമാകയാൽ അവർ തങ്ങളെ തന്നെ ഒളിപ്പിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നവർ ചോദിക്കും. അനേകർ തങ്ങളുടെ ജീവിതം സ്വയം അവസാനിപ്പിക്കും. ശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ അന്തരീക്ഷവായു അസഹനീയമാകും. അനേകർ ചോദിക്കും, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? എൻ്റെ മക്കൾക്ക് നിത്യമരണത്തിൻ്റെ ഒരു നിമിഷം അനുഭവിക്കാൻ അവസരം കൊടുക്കേണ്ടതിന് ഇത് സംഭവിച്ചേ തീരൂ. ലൂസിഫറിൻ്റെ തിന്മ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിൽ നിന്നും ഞാൻ സൃഷ്ടിച്ചവയെ നശിപ്പിക്കുന്നതിൽ നിന്നും അവരെ തടയാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. അനേകർ നരകത്തിലെ നിത്യശിക്ഷയെ ആശ്ലേഷിക്കുകയും തങ്ങളുടെ ദുരിതത്തിന് എന്നെ ശപിക്കുകയും ചെയ്യും. ഈ അനുഭവം മനുഷ്യവംശത്തെ തങ്ങളുടെ മുട്ടിന്മേൽ വീഴിക്കും. അവർ ഉത്തരമന്വേഷിക്കും, എന്നാൽ കേൾക്കാനും സത്യം അംഗീകരിക്കാനും അവർ വിസമ്മതിക്കും. അവരുടെ പീഡനം അസഹനീയമായിരിക്കും. മരണത്തിന് ശേഷമുള്ള നിത്യസഹനത്തിൻ്റെ ഒരു രുചി, ഒരു മുന്നാസ്വാദനം മനുഷ്യകുലത്തിന് ലഭിക്കും. അപ്പോൾ മരണത്തിന് ശേഷമുള്ള സഹനം എന്തായിരിക്കും? എൻ്റെ മക്കൾ സഹിക്കുന്നത് കാണുമ്പോൾ എതിർ ക്രിസ്തു ആഹ്ലാദിക്കും. സാത്താൻ്റെ അനുയായികളായിരിക്കും ഈ പീഡ ആദ്യം അനുഭവിക്കാൻ പോകുന്നത്. അവനെ സ്നേഹിക്കുകയും സത്യത്തിലേക്ക് വരാൻ വിസമ്മതിക്കുകയും അനുദപിക്കാൻ ഒരുക്കമില്ലാതിരിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഈ കരുണയുടെ പീഡ ആദ്യം അനുഭവിക്കുന്നത്. ലോകത്തിൽ മുഴുവൻ അരാജകത്വം നടമാടും. അനേകർ സംക്രമിക്കുകയും മറ്റുള്ളവരെ ശപിക്കുകയും ചെയ്യും. നരകത്തിൽ നിന്നുള്ള വെറുപ്പും പാപവും ലോകത്തെ മൂടുന്നതനുസരിച്ച് വിനാശവും ആശയക്കുഴപ്പവും വർദ്ധമാനമാകും. എൻ്റെ കരുണയുടെ പ്രവൃത്തിക്ക് ഒരു മറുമരുന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യന് കഴിയില്ല. ഞാൻ അവർക്കൊരു അവസരം കൊടുക്കും. എൻ്റെ മക്കൾക്ക് എന്നെ അല്ലെങ്കിൽ ലൂസിഫറിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഈ അവസരം കൊടുക്കുക തന്നെ വേണം. ആരുടെ പിറകെ പോകണമെന്ന് അവർ തന്നെ തീരുമാനിക്കണം. എൻ്റെ സഭയുടെ മേൽ പിശാച് അവൻ്റെ വെറുപ്പും അത്യാഗ്രഹവും ശക്തിയും വിനാശവും പ്രയോഗിക്കുമ്പോൾ മനുഷ്യർ പരസ്പരം നശിപ്പിക്കുന്നത് ഇനിയും എനിക്ക് അനുവദിക്കാൻ കഴിയില്ല. കരുണയുടെ പീഡയിൽ വേദനിക്കുന്നവരെ സുഖപ്പെടുത്താൻ എന്നിലൂടെ പ്രവർത്തിക്കുന്ന എൻ്റെ പിതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരേയൊരു പ്രതിവിധി എന്നിലൂടെ സംഭവിക്കുന്ന നിങ്ങളുടെ ഹൃദയ പരിവർത്തനമാണ്. ഇതിൻ്റെയൊക്കെ ഒരേ ഒരു പ്രതിവിധി നമ്മുടെ ഹൃദയത്തിൻ്റെ പരിവർത്തനമാണ്. അതാണ് നടക്കേണ്ടത്. എൻ്റെ നാമം വഹിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും എൻ്റെ മുഖം തേടുകയും തങ്ങളുടെ ദുഷ്ടമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരെ ശ്രവിക്കുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശത്തെ സുഖപ്പെടുത്തുകയും ചെയ്യും. തങ്ങളുടെ പാപകരമായ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നവർ ഉടൻ തന്നെ സൗഖ്യം പ്രാപിക്കും. നമ്മുടെ കർത്താവ് ശിക്ഷിക്കുന്നതിൽ വിമുഖനാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ കർത്താവ് നമ്മളെ ശിക്ഷിച്ച് കൊല്ലാനല്ല ഈ മുന്നറിയിപ്പ് തരുന്നത്, അനുദപിച്ച് സൗഖ്യം നേടാൻ. എല്ലാ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുകയും തിന്മയിൽ നിന്ന് വേർപിരിയുകയും ചെയ്യണം ആത്മാർത്ഥമായിട്ട്. എന്നെ കബളിപ്പിക്കാമെന്ന് കരുതരുത്. നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ ഹൃദയ വ്യാപാരങ്ങളും ഞാൻ അറിയുന്നു. ഭൂമിയിലുള്ള എൻ്റെ പരിശുദ്ധരായ പുണ്യാന്മാക്കൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പ്രാർത്ഥിക്കുകയും എപ്പോഴും എന്നെ തേടുകയും ചെയ്യുന്നവർ, അവർ മാത്രമേ ഒഴിവാക്കപ്പെടുകയുള്ളൂ ഈ ബാധയിൽ നിന്ന്. സന്ദേശങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കും ചെവി കൊടുക്കുന്നവരും തങ്ങളുടെ പാപകരമായ മാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവരും ഒഴിവാക്കപ്പെടും. ആവശ്യത്തിലായിരിക്കുന്ന എൻ്റെ മക്കളെ സഹായിക്കുന്നവരും ദരിദ്രരെ തീറ്റുന്നവരും സുവിശേഷ ഭാഗ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരും ഒഴിവാക്കപ്പെടും. അവർ ഈ പീഡ അനുഭവിക്കേണ്ടി വരികയില്ല. മതമോ വംശമോ വിശ്വാസമോ ഞാൻ കണക്കിലെടുക്കുന്നില്ല.
ഞാൻ എൻ്റെ എല്ലാ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ ഹൃദയമാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഈ പീഡ വരില്ല. കരുണയുടെ സമയം കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. എൻ്റെ മക്കളെ, ആകുലതയുടെ വിനാശത്തിൻ്റെ ക്ഷാമത്തിൻ്റെ നാളുകൾ അടുത്തു വരുന്നു. എൻ്റെ ഉപകരണങ്ങളിലൂടെ, അതായത് തിരഞ്ഞെടുത്ത ആത്മാക്കളിലൂടെ ഞാൻ അവരെ എത്ര തവണ മാനസാന്തരത്തിലേക്ക് വിളിച്ചിട്ടും ഈ മനുഷ്യകുലം എന്നെ ശ്രവിക്കാൻ വിസമ്മതിക്കുന്നു. അവർ തങ്ങളുടെ മുഖമല്ല പുറമാണ് എൻ്റെ നേരെ തിരിഞ്ഞിരിക്കുന്നത്. ഈ കാലത്തെ ഉദ്ദേശിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. മഹാഭൂരിപക്ഷത്തെയും എൻ്റെ മുന്നറിയിപ്പ് അപ്രതീക്ഷിതമായിട്ടായിരിക്കും പിടികൂടുന്നത്. കരുണയുടെ സമയത്തിൻ്റെ കൗണ്ട് ഡൗൺ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ നീതി ആഗതമാകുന്നതിന് മുൻപേ സംഭവിക്കാനുള്ള കാര്യങ്ങൾ നേരത്തെ പ്രവചിക്കപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പും അത്ഭുതവും ആയിരിക്കും. സ്വർഗത്തിൽ നിന്നുള്ള അടയാളങ്ങൾ കൂടുതൽ തീവ്രമായി സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. സൃഷ്ടിയുടെ രൂപാന്തരീകരണം വേഗതയാർജിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനു മുൻപ് ഒരിക്കലും ഭൂമിയിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ സ്വർഗീയ ദർശനങ്ങളും വെളിപ്പെടുത്തലുകളും സംഭവിക്കുന്നു. സ്വർഗം മാനവ വംശത്തെ മാനസാന്തരത്തിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് നൽകുന്ന അടയാളങ്ങളും വെളിപ്പെടുത്തലുകളും തന്നെ. എന്നാൽ മനുഷ്യർ ആത്മീയമായ മന്ദതയിൽ തന്നെ തുടരുന്നു. മന്നോഷ്ണരും പാപികളുമായ പാവം ആത്മാക്കളെ ഞാൻ അനുവദിക്കുന്ന മനസാക്ഷിയുടെ പ്രകാശന വേളയിലും നിങ്ങൾ അതേ മന്നോഷ്ണതയ്ക്കും പാപത്തിലും തന്നെയായിരിക്കും. അനുദപിക്കാൻ പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാമിത്. നമ്മുടെ ഹൃദയം ഒന്ന് മാറ്റാൻ കഴിഞ്ഞെങ്കിൽ, എൻ്റെ ജനമേ, എൻ്റെ നീതിയുടെ ശിക്ഷയുടെ ആരംഭമായിരിക്കും ഇത്. സൂര്യൻ ഈ ദുരിതങ്ങൾ വിളിച്ചു പറയും. ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം ആകാശം നിലവിളിക്കും. എന്തെന്നാൽ അത് ദൈവത്തിൻ്റെ നീതി ആത്മാക്കൾ ശ്രവിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട സമയത്തിൻ്റെ ആരംഭമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. തീർച്ചയായും എൻ്റെ രാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. നിങ്ങളെയെല്ലാം സൃഷ്ടിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തതുകൊണ്ട് നിങ്ങളുടെ രാജാവും കർത്താവുമായിരിക്കാൻ എനിക്ക് അവകാശമുണ്ട്. എന്നാൽ നിങ്ങളാകട്ടെ, ജ്ഞാനസ്നാനവേളയിൽ നിങ്ങൾ എന്നോട് വാഗ്ദാനം ചെയ്ത വിശ്വാസത്തെ മലിനപ്പെടുത്തുകയും തകർക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യർ തങ്ങളെ തന്നെ സ്നേഹിക്കുകയും എന്നെ ശ്രവിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. നോക്കൂ, പിശാച് സത്യമായും ഒരു കവർച്ചക്കാരനാണ്. കാരണം അവൻ പാപപ്രലോഭനങ്ങൾ വഴിയും വ്യാജ വാഗ്ദാനങ്ങൾ വഴിയും തനിക്ക് വേണ്ടി അവൻ ആത്മാക്കളെ മോഷ്ടിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ രക്തം നൽകി വീണ്ടെടുത്ത ആത്മാവ് ഇപ്പോൾ അവൻ അവകാശപ്പെട്ടതായിരിക്കുന്നു. എന്തെന്നാൽ മനുഷ്യന് ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തു. അതുപയോഗിച്ച് അവൻ എൻ്റെ കൽപ്പനകൾ ബോധപൂർവം നിരസിക്കുകയും പിശാചിനെ അനുസരിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ പിശാച് നല്ലവനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ അവൻ തൻ്റെ ദുഷ്ട മനസ്സിനാൽ വീണുപോവുകയും എൻ്റെ ശത്രു ആയിരിക്കുകയും ചെയ്തു. ഞാനിപ്പോൾ അങ്ങേയറ്റം വെറുക്കപ്പെടുന്നുവെങ്കിലും എൻ്റെ കരുണ യാചിക്കുകയും എൻ്റെ മുൻപിൽ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ പാപങ്ങൾ ക്ഷമിക്കാനും അവരെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാനും തക്ക വിധത്തിൽ ഞാൻ അത്രമേൽ കരുണാമയനാണ്. എന്നാൽ എന്നെ തുടർന്നും ദേഷിക്കുന്നവരെയാകട്ടെ സന്ദർശിക്കുന്നത് എൻ്റെ നീതിയായിരിക്കും. 2 തരം ശിക്ഷകൾ വരുന്നുണ്ട്. ദൈവം 2 ശിക്ഷകളായിരിക്കും. ഒന്നാമത്തേത് യുദ്ധങ്ങളുടെയും വിപ്ലവങ്ങളുടെയും മറ്റ് തിന്മകളുടെയും രൂപത്തിലായിരിക്കും. രണ്ടാമത്തെ ശിക്ഷ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്ന 3 ദിവസത്തെ അന്ധകാരമായിരിക്കും. അത് സംഭവിക്കുക എൻ്റെ പരമപരിശുദ്ധ കൂദാശകളുടെയും കുരിശുമരണത്തിൻ്റെയും എൻ്റെ മാതാവിൻ്റെയും ദിനങ്ങളായ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായിരിക്കും. നമ്മൾ ഗരബന്താളിലും കണ്ടല്ലോ ഒരു വ്യാഴാഴ്ച ദിവസം സംഭവിക്കാൻ പോകുന്ന ഒരടയാളം. ഈ 3 ദിവസങ്ങളിൽ ഭൂമി അന്ധകാരത്താൽ മൂടപ്പെടും. നരകം ഭൂമിയിൽ തുറന്നുവിടപ്പെടുകയും ചെയ്യും. വിശ്വാസമോ എൻ്റെ ശക്തിയിൽ ശരണമോ ഇല്ലാത്തവർ ഭയം കൊണ്ട് മരിക്കത്തക്ക വിധം ഇടിയും മിന്നലും സംഭവിക്കും. അതിഭയാനകമായ ആ അന്ധകാരത്തിൻ്റെ ദിവസങ്ങളിൽ ജനലകളൊന്നും തന്നെ തുറക്കരുത്. കാരണം ആ ദിവസങ്ങളിലെ ഭൂമിയെയും അതിൻ്റെ ഭീതിതമായ നിറപ്പകർച്ചയെയും കണ്ടുകൊണ്ട് നിൽക്കാൻ ആർക്കും സാധിക്കില്ല. വിധിയുടെ പ്രഹരമേറ്റ ഭൂമി പ്രകമ്പനം കൊള്ളുകയും
ഭയം ആയിരിക്കുകയും ചെയ്യും. ശിക്ഷയുടെ ആ ദിവസങ്ങളിൽ ആകാശം അഗ്നിയാൽ കത്തിജ്വലിക്കും, ഭൂമി പിളർന്നു മാറും. അഭയകേന്ദ്രങ്ങൾക്ക് പുറത്തുള്ള ഒരാൾ പോലും അതിനെ അതിജീവിക്കില്ല. ഒരു 20 വർഷം മുമ്പ് ഷാലോമിൽ ഒരു മാസികയിൽ ഈ ക്രിസ്റ്റീന ഗാലഗറിന് കൊടുത്ത വെളിപ്പെടുത്തൽ പറഞ്ഞിരുന്നു. അതിൽ പറയുന്നുണ്ട്, മാതാവ് അപ്പോഴേ തന്നെ ഓരോ അഭയ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് ചിലപ്പോൾ സെമിനാരികളാകാം, ആശ്രമങ്ങളാകാം, മഠങ്ങളാകാം, ഭവനങ്ങളാകാം. ആ അഭയ കേന്ദ്രങ്ങളിൽ നമ്മൾ ഉള്ളിലാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ വിലാപത്തിൻ്റെ ആ നാളുകളിൽ അനേകം ഭൂകമ്പങ്ങളെക്കാൾ ശക്തമായ ഒരു ഭൂകമ്പം സംഭവിക്കും. ആശീർവദിച്ച മെഴുകുതിരികൾ സ്ഥാപിച്ചിരിക്കുന്ന പീഠങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ വസ്തുക്കളും ആ ഭൂകമ്പത്തിൽ ഇളകും. അന്ധകാരത്തിൻ്റെ വേളയിൽ ദുഷ്ടപിശാചുക്കൾ വൃത്തികെട്ട രൂപങ്ങൾ ധരിച്ച് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. രക്തമൊഴുകുന്നത് പോലെ ചുവന്ന മേഘങ്ങൾ ആകാശത്തിൽ കാണപ്പെടും. ഇടിമുഴക്കം ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുകയും മിന്നൽ അപ്രതീക്ഷിതമായി ആകാശത്തെ പ്രഹരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകുകയും സമുദ്രം ഉയരുകയും അതിൻ്റെ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ഭൂഖണ്ഡങ്ങളുടെ മേൽ പതിക്കുകയും ചെയ്യും. ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും സാത്താൻ ഓടി നടക്കുന്നതിൻ്റെ അലർച്ചകൾ നിങ്ങൾ കേൾക്കും. ലൂസിഫറിൻ്റെ ശബ്ദം തന്നെ. നിങ്ങൾ ഈ അടയാളങ്ങൾ സഭയിലും കാണും. സഭാ നിയമങ്ങൾ ലംഘിക്കുന്നത്, വ്യാജമായ ആരാധന, ദേവാലയങ്ങളിലെ വണക്കക്കുറവുള്ള പെരുമാറ്റങ്ങൾ, ദേവാലയങ്ങൾക്ക് ചേരാത്ത തരത്തിലുള്ള അശുദ്ധമായ വസ്ത്രധാരണം, പള്ളിയിൽ വരുന്നവരുടെ എണ്ണത്തിലുള്ള ഇടിവ്, അടച്ചുപൂട്ടപ്പെടുന്ന ദേവാലയങ്ങൾ, വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പള്ളികൾ, നിസ്സംഗത, ഭിന്നത, കലഹങ്ങൾ, ദൈവഭയമില്ലായ്മ, ദൈവത്തിനെതിരെ മറുതലിക്കുന്നത്, സ്വന്തം അറിവിലുള്ള മനുഷ്യൻ്റെ അഹങ്കാരം, തകരുന്ന കുടുംബ ബന്ധങ്ങൾ, അസന്മാർഗികത, വ്യഭിചാരവും മ്ലേച്ഛകരമായ ഫാഷനുകൾ, ഇവയൊക്കെ നിങ്ങൾ കാണുമെന്നല്ല കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിന്നാനും കുടിക്കാനും നൃത്തം ചെയ്യാനും മറ്റു വിധത്തിലുള്ള സുഖങ്ങൾ നുകരാനും മാത്രമേ മനുഷ്യർക്ക് താല്പര്യം ഉണ്ടാവുകയുള്ളൂ. ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും. അധികാരത്തിൽ നിന്ദിക്കൽ, ഭരണകൂടങ്ങളുടെ പതനം, ഉയർന്ന തലങ്ങളിലുള്ള ആശയക്കുഴപ്പം, ആഭ്യന്തര യുദ്ധങ്ങൾ, വിപ്ലവങ്ങൾ, പകർച്ചവ്യാധികൾ, ക്ഷാമം, ഇവയെല്ലാം വരും. അക്കാലത്തെ ഭൂമി നോഹയുടെ കാലത്തേതുപോലെയും സൊദോം ഗൊമോറയുടെ കാലത്തേതുപോലെയുമായിരിക്കും. തങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാക്കുകയും സത്യത്തിന് നേരെ തങ്ങളുടെ ചെവികൾ അടച്ചുവെക്കുകയും ചെയ്തതിനാൽ പാപികൾ അഗാധ ഗർത്തത്തിലേക്ക് നിപതിക്കും. അവർ എല്ലാവിധത്തിലുമുള്ള ജഡത്തിൻ്റെ സന്തോഷങ്ങൾക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ലോകമെങ്ങും എല്ലാ രാജ്യങ്ങളിലും പാപം ഒരു ജീവിത രീതി തന്നെയായി മാറി. അത് നമുക്ക് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി കാണുന്നു. ഇങ്ങനെയൊന്നും നടക്കരുത്, ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഇതിലെന്താ തെറ്റ്? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് പരിപൂർണ നഗ്നരായി നടക്കാൻ അവർക്ക് തോന്നിയാൽ അങ്ങനെ നടക്കുന്നു. ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണത്, അത് പാപമല്ല എന്ന് പറയും. പിന്നെ കലാസൃഷ്ടിയാണെന്ന് പറയും. ഞാൻ എൻ്റെ നീതിയുടെ എല്ലാ പ്രതാപത്തോടും കൂടെ ഉടനെഴുന്നേൽക്കും. ഞാൻ ഭൂമിയെയും പാപാവസ്ഥയിലുള്ള ആത്മാവിനെയും പ്രഹരിക്കും. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കളെ, ഈ ഭീകരതയുടെ പ്രളയത്തിനിടയിൽ നിങ്ങൾ എൻ്റെ കുരിശ്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, വഹിച്ചുകൊണ്ടിരിക്കും. സ്നേഹത്താലും കരുണയാലും രക്ഷിക്കപ്പെടേണ്ടതിനായി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. കുരിശ്, ചെറുതോ വലുതോ അവരവർക്ക് ആവശ്യമായിട്ടുള്ള കുരിശ്. നിങ്ങളുടെ അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വാ, അല്ലാത്തവരെൻ്റെ ശിഷ്യനല്ല എന്നല്ലേ വചനം പറഞ്ഞിരിക്കുന്നത്. അതാണ് പറയുന്നത്. ഈ കാലത്ത് എങ്ങനെ ഒരുങ്ങണം? എളിമയിൽ, സ്നേഹത്തിൽ, പരസ്പരം സഹായിച്ച് നിനക്ക് തന്നിട്ടുള്ള കുരിശ് മാറാൻ വേണ്ടി ഓടി നടക്കാതെ, നിനക്ക് എന്താണ് കുറവ്? അതെൻ്റെ കുരിശ്, ആ കുരിശ് സഹിക്കണം. എൻ്റെ കുഞ്ഞെ, ഈ ത്രിദിന അന്ധകാരം പുറപ്പാട് പുസ്തകത്തിലെ 7 മഹാമാരികളുമായും യോഹന്നാൻ്റെ വെളിപാട് പുസ്തകത്തിലെ ദർശനങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. വെളിപാട് പുസ്തകത്തിലെ 5ഉം 6ഉം മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വാഭാവികമായ അന്ധകാരമാകുന്ന മഹാമാരി ത്രിദിന അന്ധകാരത്തിൻ്റെ അടയാളമായിട്ട് കാണപ്പെടുന്നു. പ്രിയ കൂട്ടുകാരെ, ഇവിടെ ഇന്നത്തെ ഈ വായന അവസാനിപ്പിക്കുകയാണ്. 32 പേജ് ഇപ്പോൾ വായിച്ചിട്ടുണ്ട്.
നിങ്ങളിത് വായിക്കുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എന്തൊരു കഷ്ടമാണ് എന്ന്. ഒരു കഷ്ടവുമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ചാൽ ഈ പീഡകളിൽ നിന്നൊക്കെ നമ്മൾ മോചിക്കപ്പെടും. ദൈവത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ആയിരിക്കുകയും ചെയ്യും. ദൈവം ഇതെല്ലാം വായിച്ച് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ, ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലാക്കാനുള്ള കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.